നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ആരാധനയുടെ ആരംഭം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആമേൻ. പ്രാർത്ഥിക്കാം. കരുണയും സ്നേഹവും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിനായിട്ട് ഞാൻ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. കഴിഞ്ഞ രാജവട്ടക്കാലം മുഴുവൻ കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യവും കൂട്ടായ്മയും അനുഭവിച്ചുകൊണ്ട് ആയിരിക്കാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു. കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായിട്ട് അതിശയമായിട്ട് പരിപാലിച്ചു വഴി നടത്തി. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാവിധമായിട്ടുള്ള നന്മകളെ, കൃപകളെ, ഞങ്ങളുടെ സ്നേഹത്തെ, പരിപാലനത്തെ ഒക്കെ കർത്താവെ നന്ദിയോടുകൂടി ഓർക്കുവാൻ, ആ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ. ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാനായിട്ട് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവകൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി 197 ഗീതം നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഗീതം 197. യേശുവേ വരണമേ ഈ ഇരുണ്ട കാനനത്തിൽ. യേശുവേ
ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായുള്ളവരെ, ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥനയോടുകൂടെ എത്തുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. ഇവിടെ നിശ്ചയമായി ദൈവഭവനവും സ്വർഗവാതിലുമുണ്ട്. നമുക്ക് ആശ്വാസവും സന്തോഷവും സകലവിധയും കവിയുന്ന സമാധാനവും ഇവിടെ വെച്ച് നൽകുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ വെച്ച് തിരുവചനവും ദിവ്യ ചൊൽക്കുറികളും മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നാം കേൾക്കുന്നുവല്ലോ. ഇങ്ങനെ നമ്മോട് സമീപിച്ചു വന്നിരിക്കുന്ന ദൈവത്തോട് നാമും അണഞ്ഞു ചെന്ന് നമ്മുടെ കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നത് യോഗ്യവും ന്യായവും ആകുന്നു. എന്നാലും നാം പാപം ചെയ്തു പോയിട്ടുള്ളവരും ദൈവത്തിൻ്റെ പരിശുദ്ധ സന്നിധി നിർപ്പാനുഭൂതിയില്ലാത്തവരുമാണെന്നോർത്ത് പരമാർത്ഥമായ അനുതാപത്തോടെ നാം നമ്മുടെ പാപം ഏറ്റുപറയുക. നമുക്കെല്ലാവർക്കും ഇരിക്കാം. നമ്മെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ട് വിനയപ്പെടുത്താം. കഴിഞ്ഞ രാശിവട്ടക്കാലം മുഴുവൻ ദൈവത്തിൻ്റെ ദിവ്യമായ കാവലും കൂട്ടായ്മയും നമ്മോട് കൂടെയായിരുന്നു. നാം ചിന്തിക്കുന്നതിനും നാം നനയ്ക്കുന്നതിനും അപ്പുറമായിട്ട് ദൈവം നമ്മെ പരിപാലിച്ചു, നമ്മെ വഴി നടത്തി. തട്ടാവുന്ന ആപത്തുകൾ നോക്കുകയും ദൈവം നമ്മെ വിടുവിച്ചു. നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ പ്രാപ്തി കൊണ്ടോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദയയും കരുണയും നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ സ്നേഹിക്കുന്ന ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് വിനയപ്പെടുത്താം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഒക്കെ അനുസരിച്ച് ദൈവത്തെ മറന്നുകൊണ്ട്, ദൈവത്തിൻ്റെ കൽപ്പനകളെ മറന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിരിക്കുന്ന എല്ലാവിധമായിട്ടുള്ള തെറ്റുകളെയും കുറ്റങ്ങളെയും കുറവുകളെയും നമുക്ക് ഈ സമയത്ത് ദൈവസന്നിധിയിൽ ഓർക്കാം. ദൈവം നമ്മുടെ മടങ്ങിവരവിന് വേണ്ടി, നമ്മുടെ തിരിച്ചുവരവിന് വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാവിധമായിട്ടുള്ള കുറ്റങ്ങളെയും കുറവുകളെയും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയാം. അനുതാപ ഹൃദയത്തോടു കൂടി 9ാമത്തെ ഗീതം നമുക്ക് ആലപിക്കാം. എഴുതുന്നു ഞാൻ, എഴുതുന്നു ഞാൻ. പാഠോസിന് പിറകിലുള്ള 4ാമത്തെ അനുതാപ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. സ്വർഗസ്ഥ പിതാവേ, അരിഷ്ടപാപിയുടെ അടിയങ്ങൾ തിരുമുൻസംഘത്തോടെ സ്വീകരിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ഞങ്ങളുടെ തിരുകൽപ്പന പലപ്പോഴും പല വിധത്തിൽ ലംഘിച്ചിരിക്കുന്നു. ആകാത്ത വിചാരങ്ങളാലും വാക്കുകളാലും ക്രിയകളാലും പലവിധേന അവിശ്വാസം, നന്ദി, ചതി എന്നിവയാലും വീണ്ടും പോലെ സഹോദരന്മാരെ സ്നേഹിക്കാതിരുന്നതിനാലും വളരെ പാപം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ന്യായവിധിക്കുന്ന നിത്യമരണത്തിന് കൂടെ യോഗ്യരായി തീർന്നിരിക്കുന്നു. ഈ സകല പാപവും നിമിത്തം ഞങ്ങൾക്ക് അനുതാപവും മനോവേദനയുണ്ട്. ഞങ്ങളുടെ കടങ്ങളെ കവിയുന്ന ദൈവകൃപയിലുണ്ടായി വന്നതും യേശുക്രിസ്തു മുഖാന്തരം സാധ്യമായതുമായ വിലയേറുകൊണ്ടെടുപ്പില്ലാതെ ഞങ്ങൾ യാതൊരു ആശ്വാസവും വഴിയും കാണുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സർവ്വപാപം സ്വപ്നമായി ക്ഷമിച്ച്
തിരുകൂട്ടായ്മ ഞങ്ങളെ ചേർത്ത് ജീവൻ്റെ പുതുക്കത്തിലും കൃതജ്ഞയോടുകൂടെയും തിരുസേവ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശുദ്ധീകരിക്കണമെന്ന് വിനയമായി അപേക്ഷിക്കുന്നു. ആമേൻ. പാപത്തെ ഓർത്ത് യഥാർത്ഥമായി ദുഃഖിച്ച് പശ്ചാത്താപപ്പെടുന്നവരും നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിൽ നിർവ്യാജ്യം വിശ്വസിക്കുന്നവരും ആയുള്ളവരെ, മനസ്സും ജീവിതവും പുതുക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാവർക്കും പാപമോചനമുണ്ടെന്ന് വിശുദ്ധ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ആശ്വാസകരമായ സ്ഥിരവചനങ്ങൾ കേട്ടുകൊള്ളുവിൻ. സർവശക്തനായ ദൈവത്തിന് നമ്മോട് കരുണ തോന്നിയിട്ട് നമ്മുടെ അതിക്രമ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന തൻ്റെ വാത്സല്യപുത്രനായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ സർവ്വ പാപങ്ങളെയും ക്ഷമിച്ചു തരുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന അധികാരത്തിനും കൽപ്പനയ്ക്കും അനുസാരമായി പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ദൈവനാമത്തിൽ ഞാൻ നിങ്ങളുടെ സർവ്വ പാപങ്ങളുടെയും മോചനത്തെ നിങ്ങളോട് അറിയിക്കുന്നു. എന്നാൽ അനുതാപം ഇല്ലാത്തവരും അവിശ്വാസികളും ആയവരുടെ പാപങ്ങൾ അവർ നിർത്തിയിരിക്കുന്നു എന്നും അവർ മനസ്സ് തിരിയാത്ത പക്ഷം ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വസിക്കും എന്നുകൂടി അറിയിക്കുന്നത് നമ്മുടെ കർത്താവ് രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും തിരുകൽപ്പന പ്രകാരവുമാകുന്നു. ആമേൻ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സ്തോത്രം അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, മനസ്സലിവുള്ള പിതാവേ, ഞങ്ങളോടും സകല മനുഷ്യരോടും കാണിച്ചു വരുന്ന ദയാവാത്സല്യങ്ങൾക്കായി വളരുതാത്ത ഞങ്ങൾ ഉള്ളഴിഞ്ഞ നന്ദി ഏറ്റവും താഴ്മയിൽ അർപ്പിച്ചുകൊള്ളുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിച്ച് വരുന്നതിനും ഈ ആയുസ്സിലെ അനുഗ്രഹത്തിനും ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. എന്നാൽ എല്ലാറ്റിനും മീതെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ലോകത്തെ വീണ്ടെടുത്ത അമൂല്യ സ്നേഹനിമിത്തവും തിരുവചനം, വിശുദ്ധ ചൊൽക്കുറികൾ, യേശുക്രിസ്തു മുഖാന്തരം ലഭിക്കാനുള്ള തേജസ്സിൻ്റെ പ്രത്യാശ എന്നിവ ഞങ്ങൾക്ക് നൽകിയ നിമിത്തവും ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. ആമീൻ. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ പരമാർത്ഥമായ നന്ദി കാണിപ്പാനും തിരുസേവയ്ക്കായി ഞങ്ങളെ മുഴുവനും സമർപ്പിച്ച് ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും ജീവിച്ചുകൊണ്ട് അധരങ്ങളാൽ മാത്രമല്ല നടപ്പിനാലും കൂടെ തിരുസ്തുതിയെ വർണ്ണിപ്പാനും തൃക്കാരുണ്യങ്ങൾ വേണ്ടുവണ്ണം ബോധിപ്പാനായി ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഇതൊക്കെയും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നു. വാഴ്ത്തപ്പെട്ട പുത്രനും പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ സദാകാലവും സകല ബഹുമാനും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. നാം നിൽക്കുമ്പോൾ തന്നെ 118 സങ്കീർത്തനം, ആരാധനാ സങ്കീർത്തനങ്ങളിൽ 118 സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി നമുക്ക് ഏറ്റുപറയാം. പേജ് നമ്പർ 212. യഹോവ എൻ്റെ ബലവും എൻ്റെ കീർത്തനവുമാകുന്നു. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന്. യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു. നീ എനിക്ക് ഉത്തരമള്ളി എൻ്റെ രക്ഷയായി തീർന്നിരിക്കയാൽ. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് ഇത് യഹോവയാൽ സംഭവിച്ചു. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. യഹോവയെ ഞങ്ങളെ രക്ഷിക്കണമേ. യഹോവയുടെ നാമത്തിൽ വരുന്നവന് വാഴ്ത്തപ്പെട്ടവൻ. നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. വേദപാഠഭാഗങ്ങൾ വായിച്ചു കേൾക്കുന്നതിന് മുമ്പായി 15-ാം ഗീതത്തിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും ചരണം പാടാം. 15-ാം ഗീതത്തിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും ചരണം. എൻ വിശ്രാമം നിന്റെ നാമം, ക്രിസ്തുയേശു എൻ പ്രഭു.
സഭയ്ക്ക് ഇരിക്കാം. ആഗമന നാൾക്ക് മുൻപ് ഒന്നാം ഞായറായ ഇന്നത്തേക്ക് വായിപ്പാനുള്ള വേദഭാഗങ്ങൾ സങ്കീർത്തനങ്ങൾ 119 1 മുതൽ 18 വരെയും പുതിയ നിയമത്തിൽ മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 33 മുതൽ 37 വരെയും. പഴയ നിയമത്തിൽ സങ്കീർത്തനങ്ങൾ 119 1 മുതൽ 18 വരെയുള്ള വചനങ്ങളെ കേട്ടുകൊള്ളുവിൻ. യഹോവയുടെ ന്യായപ്രമാണമനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവൻ്റെ വഴികളിൽ തന്നെ നടക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിനു നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എൻ്റെ നടപ്പു സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും, എന്നെ അശേഷം ഉപേക്ഷിക്കരുതേ. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു. നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുതേ. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിനു നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. യഹോവേ, നീ വാഴ്ത്തപ്പെട്ടവൻ. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ എൻ്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളൊക്കെയും വർണ്ണിക്കുന്നു. ഞാൻ സർവ്വസമ്പത്തിലും എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും, നിന്റെ വചനത്തെ മറക്കുകയുമില്ല. ജീവിച്ചിരിക്കേണ്ടതിന് അടിയനു നന്മ ചെയ്യണമേ, എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഇവിടെ പഴയ നിയമ വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. ഇപ്പോൾ ഗ്രേസ് വോയിസ് ഒരു പ്രത്യേക ഗാനം ആലപിക്കുന്നതായി.
പുതിയ നിയമം മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 30 മുതൽ 37 വരെയുള്ള വചനങ്ങളെ കേട്ടുകൊള്ളുവീൻ. ആ കാലം എപ്പോൾ എന്ന് നിങ്ങൾ അറിയാതെ കൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവീൻ. ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ. ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്ത് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരവും അവനവന് അതത് വേലയും കൊടുത്തിട്ട് വാതിൽ കാവൽക്കാരനോട് ഉണർന്നിരിപ്പാൻ കൽപ്പിച്ചതുപോലെ തന്നെ യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായക കൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പിൻ. ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരും പറയുന്നു, ഉണർന്നിരിപ്പിൻ. ഇവിടെ വേദഭാഗങ്ങൾ വായിച്ച് അവസാനിക്കുന്നു. മനസ്സിലുള്ള പിതാവായ ദൈവം തിരുവചനത്തിൽ തൻ്റെ സമ്പൂർണ്ണ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാലും ക്രിസ്തുയേശുവിൽ നമ്മെ തൻ്റെ സമൃദ്ധിയായ കൃപകൾക്ക് അംശരാകുവാൻ ക്ഷണിച്ചിരിക്കുകയാലും തന്നെയുള്ള വിശ്വാസം ഞാൻ പറയുന്നതിൻ്റെ പിന്നാലെയായി നിങ്ങളും സ്വീകരിച്ചൊല്ലുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് അപ്പോസ്തല വിശ്വാസ പ്രമാണം സ്വീകരിച്ച് ചൊല്ലാം. സ്വർഗങ്ങൾക്കും ഭൂമിക്കും സൃഷ്ടാവായി സർവശക്തനായ പിതാവായിരിക്കുന്ന ദൈവത്തിങ്കൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാനാൽ മറിയ എന്ന കന്യകയിൽ ഉൽപാദനായി ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിൻ്റെ കീഴിൽ കഷ്ടമനുഭവിച്ചു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗ്ഗാരോഹണമായി സർവശക്ത പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നതിനെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും വിശുദ്ധന്മാരുടെ കൂട്ടായ്മയാവുന്ന ശുദ്ധ സാധാരണ സഭയിലും പാപമോചനത്തിലും ശരീരത്തോടെ ജീവിച്ചെഴുന്നേൽക്കുന്നതിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സഭയ്ക്കിരിക്കാം. സഭയോട് അറിയിപ്പാനായിട്ടുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ ആഴ്ചയിൽ പൊതുവഴിപാടായിട്ട് ലഭിച്ചത് 9461 രൂപ. ജന്മദിന സ്തോത്രദാനമായിട്ട് ലഭിച്ചത് 3000 രൂപ. പൂർ ഫണ്ടിലേക്ക് ലഭിച്ചത് 1500 രൂപ. സൺഡേ സ്കൂൾ ഓഫർട്ടറി ആയിട്ട് ലഭിച്ചത് 1062 രൂപ. അങ്ങനെ ആകെ 15023 രൂപ. 21/11/2025 വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ സ്തോത്ര കാഴ്ചയായിട്ട് ലഭിച്ചത് 550 രൂപ. നാം വർഷാന്ത്യത്തോട് അടുത്ത് വരികയാണല്ലോ. കുടിശ്ശികൾ, ഏതെങ്കിലും തരത്തിൽ കുടിശ്ശികൾ അടച്ചു തീർക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കുടിശ്ശികൾ അടച്ചു തീർക്കണം എന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. ക്രിസ്മസിനോട് അനുബന്ധിച്ചുള്ള മത്സരങ്ങൾ. സൺഡേ സ്കൂൾ കുട്ടികൾക്ക് ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടുള്ള മത്സരങ്ങൾ: ടോട്ട്ലേഴ്സ് സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് പെയിൻറ്റിംഗ്, ബൂമേഴ്സ് സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് പെയിൻറ്റിംഗ്, സൂമേഴ്സ് സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് പെയിൻറ്റിംഗ്. സ്റ്റോറി ടെല്ലിങ്ങിന് 5 മിനിറ്റാണ് അനുവദിക്കുക. പെയിൻറ്റിങ്ങിന് അരമണിക്കൂറും അനുവദിക്കുന്നതായിരിക്കും എന്ന കാര്യം അറിയിക്കുന്നു. സീക്കേഴ്സ് ബൈബിൾ ക്വിസ്. മത്തായി സുവിശേഷം 1-ാം അധ്യായം മുതൽ 5-ാം അധ്യായം വരെയുള്ള അധ്യായങ്ങളിൽ നിന്നായിരിക്കും ബൈബിൾ ക്വിസ്. അതോടുകൂടെ വാക്യമെഴുത്ത് മത്സരം ഉണ്ടാകും. ലേണേഴ്സിന് മത്തായി സുവിശേഷം 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നായിരിക്കും ബൈബിൾ ക്വിസ് ഉണ്ടാകുക. വാക്യമെഴുത്ത് മത്സരവും ഉണ്ടായിരിക്കുന്നതാണ്. ഡിസ്കവേഴ്സിന് മത്തായി സുവിശേഷം 1 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ നിന്ന് ക്വിസ് മത്സരം ഉണ്ടാകും. വാക്യമെഴുത്ത് മത്സരം ഉണ്ടായിരിക്കും. സീനിയേഴ്സിന് മത്തായി സുവിശേഷം 1 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളിൽ നിന്ന് ക്വിസ് മത്സരവും അതിനോടുകൂടെ തന്നെ വാക്യമെഴുത്ത് മത്സരവും ഉണ്ടായിരിക്കുന്നതാണ് എന്ന കാര്യം അറിയിക്കുന്നു. സഭയ്ക്കുള്ള ബൈബിൾ ക്വിസ് മത്സരത്തിൻ്റെ പുസ്തകം ലൂക്കോസ് സുവിശേഷം 1 മുതൽ ലൂക്കോസ് സുവിശേഷം മുഴുവൻ ആയിരിക്കും സഭയ്ക്ക് ബൈബിൾ ക്വിസിന് ഉണ്ടായിരിക്കുക എന്ന കാര്യം അറിയിക്കുന്നു. ഹിം കോമ്പറ്റീഷനിൽ സൺഡേ സ്കൂളിന് ടോട്ട്ലേഴ്സ് 303, ബൂമേഴ്സ് 307, സൂമേഴ്സ് 306, സീക്കേഴ്സ് 171, ലേണേഴ്സ് 253, ഡിസ്കവേഴ്സ് 213, 7th ഗ്രേഡ് കുട്ടികൾക്ക് ഗീതം 13. ഈ ക്രമത്തിലാണ്
ഈ ഗീതങ്ങളാണ് പാടേണ്ടത് മത്സരത്തിനുണ്ടായിരിക്കുക എന്ന കാര്യം അറിയിക്കുന്നു. സഭയുടെ ഹിം കോമ്പറ്റീഷനിൽ നൽകപ്പെട്ടിരിക്കുന്ന ഗീതം 158 എന്ന കാര്യം അറിയിക്കുന്നു. ഈ മത്സരങ്ങളെല്ലാം 7-ാം തീയതി ആരാധനയ്ക്ക് ശേഷം നടത്തപ്പെടുന്നതായിരിക്കും എന്ന കാര്യം സഭയെ അറിയിക്കുന്നു. എല്ലാ സഭാജനങ്ങളും പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ കുട്ടികളും ഈ മത്സരത്തിന് വേണ്ടുന്ന എല്ലാവിധമായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുകയും മത്സരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നവർ വരുന്ന ആഴ്ച തന്നെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെ നിങ്ങളുടെ പേരുകൾ ഏൽപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ വർഷത്തെ സൺഡേ സ്കൂൾ നടത്തുന്ന കരോൾ സർവീസ് ഡിസംബർ 4 ആരംഭിക്കുന്നതായിരിക്കും എന്ന കാര്യം അറിയിക്കുന്നു. 4 ആരംഭിച്ച് കഴിയുന്നതും വേഗത്തിൽ തീർക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. പിറ്റത്തെ ആഴ്ച 15-ാം തീയതി മുതൽ പരീക്ഷ നടക്കുന്നതുകൊണ്ട് 4-ാം തീയതി ആരംഭിക്കുന്നതായിരിക്കും എന്ന കാര്യം അറിയിക്കുന്നു. തുടർന്നുള്ള കൂടുതൽ വിവരങ്ങൾ പിന്നീട് ഗ്രൂപ്പുകളിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കൺഫർമേഷൻ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ കൺഫർമേഷൻ പഠിക്കുന്ന കുട്ടികളും 3 മണിക്ക് തന്നെ കൺഫർമേഷൻ ക്ലാസ്സിലേക്ക് വരണമെന്നുള്ള കാര്യം അറിയിക്കുന്നു. പാരിഷ് ഹാളിൻ്റെ പറമ്പിൽ ഒരു കേടായ തെങ്ങ് നിൽക്കുന്നുണ്ട്. അത് ഒരു ഭീഷണിയായിട്ട് നിൽക്കുകയാണ്. ആർക്കെങ്കിലും തെങ്ങ് ആവശ്യമുണ്ടെങ്കിൽ പശ്ചാത്തല കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെടണമെന്നുള്ള കാര്യം സ്മിത്ത് അറിയിക്കുന്നു. ഇന്ന് ആരാധനയ്ക്ക് ശേഷം യൂത്ത് ഫെലോഷിപ്പിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ യുവജന സഖ്യാംഗങ്ങളും ആരാധനയ്ക്ക് ശേഷമുള്ള മീറ്റിങ്ങിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. നമ്മുടെ പാരിഷ് ഹാളിൻ്റെ കോർട്ട്യാർഡ് ഇൻ്റർലോക്ക് ചെയ്യുന്നതിലേക്കായിട്ട് കൊട്ടേഷൻ ക്ഷണിക്കുന്നു. ഏകദേശം 900 സ്ക്വയർ ഫീറ്റാണ് നമുക്ക് ഇൻ്റർലോക്ക് ചെയ്യാനായിട്ടുള്ളത്. 4 ഇഞ്ച് കട്ട ഉപയോഗിച്ച് കൊണ്ടുവേണം ഇൻ്റർലോക്ക് ചെയ്യുന്നതിന്. നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള ഡിസൈനിൽ ചെയ്തു തരേണ്ടതാണ്. നിർദ്ദേശിക്കുന്ന സമയപരിധിക്കുള്ളിൽ ഈ ഒരു വർക്ക് ചെയ്തു തീർക്കേണ്ടതാണ്. 1% TDS കൊട്ടേഷൻ എടുക്കുന്ന പാർട്ടിയിൽ നിന്നും ഈടാക്കുന്നതാണ്. 30/11/2025 വൈകുന്നേരം 5 മണി വരെ കൊട്ടേഷൻ സ്വീകരിക്കുന്നതാണ് എന്ന കാര്യം അറിയിക്കുന്നു. സൈറ്റ് വന്ന് കണ്ടതിന് ശേഷം മേൽപ്പറഞ്ഞ കാര്യങ്ങളും എഞ്ചിനീയർ നിർദ്ദേശിക്കുന്ന ഫിനിഷിംഗ് വർക്കുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊട്ടേഷൻ തരണമെന്ന് അറിയിക്കുന്നു. സഭയോട് അറിയിപ്പാനായിട്ടുള്ള കാര്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടിയവരുടെ പേരുകൾ ഈ സമയത്ത് വായിക്കുന്നു. സിറിൽ രാജ് അമേങ്കര, റെജിനോൾഡ് അനിൽകുമാർ അന്തൂർ വളപ്പിൽ, പ്രദീപ് ഐസക് വാവൂർ, മെറീന മീഗൾ കണക്കശ്ശേരി, അലൻ പോൾ പൂവത്ത്, ഷീന ഗ്രേസ് ചിരപ്പുറത്ത്, ജൂബിത് വർഗീസ്, സുരേഷ് കുമാർ ആൽബർട്ട് പരങ്ങത്ത്, സൈലാസ് അമേങ്കര, ഷൽമി പ്രസാദ് കളരിക്കൽ, ജോൺ ഗിൽബർട്ട് മോഹൻ ചെമ്പോട്ടിൽ, പിയാണ ഹെറിൻ പന്തലാത്ത്, സജി ജോൺ, ജോൺ ഷഫ്ലർ വിളയിൽ, നിഷോം ക്രിസ്റ്റി തൊട്ടിപ്പറമ്പ, സൂസൻ റോസ് കളരിക്കൽ, ലീലാമ വിൻസെൻ്റ് അണിമംഗലം, പ്രകാശ് പ്രേംരാജ് കുന്നംകോടി, മിനി ഗോഡ്ഫ്രെഡ് ആന്തൂർ വളപ്പിൽ, ജിനുമോൾ ജോർജ് പരഞ്ചോതി. ഈ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥനയിൽ ഓർക്കാം. അതുപോലെ വിവാഹ വാർഷികം കൊണ്ടാടിയവരെയും മറ്റ് പലവിധമായിട്ടുള്ള ദൈവകൃപകൾ നന്മകൾ അനുഭവിച്ചവരെയും നമുക്ക് ഈ സമയത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ ഓർക്കാം. 29-ാം ഗീതത്തിൻ്റെ 4-ാമത്തെ ചരണം പാടാം. നോക്കുന്നു കണ്ണുകളെല്ലാം കർത്താവേ നിങ്കലേക്കിതാ.
ഞങ്ങളുടെ ജീവൻ്റെ നാഥനും ജീവൻ്റെ പരിപാലകനുമായ സ്വർഗീയ പിതാവേ, കർത്താവേ, ഞങ്ങളുടെ സഭയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടിയ പ്രിയപ്പെട്ട മക്കളെല്ലാവരെയും ഞങ്ങൾ സ്മൃതി ദിവസത്തിൽ ഓർക്കുന്നു. കഴിഞ്ഞൊരു വർഷം മുഴുവൻ ദൈവത്തിൻ്റെ അളവറ്റ കരുണയും കാവലും കൂട്ടായ്മയും അനുഭവിച്ചുകൊണ്ട് ദൈവകൃപയിലായിരിക്കാൻ പ്രിയപ്പെട്ട മക്കളെ ഓർന്ന് സഹായിച്ചത് ഓർത്ത് നന്ദി കരേറ്റുന്നു. കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം പ്രിയപ്പെട്ട മക്കളോട് കൂടെയായിരുന്നു. അത്ഭുതകരമായിട്ട് അതിശയമായിട്ട് വഴി നടത്തി. കർത്താവെ, ഞങ്ങളുടെ പ്രാപ്തി കൊണ്ടോ ഞങ്ങളുടെ കഴിവുകൊണ്ടോ അല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ഞങ്ങളായിരിക്കുന്നത് എന്ന് ഓർക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ. കർത്താവെ, ഈ പുതിയ വർഷത്തിൽ ഞങ്ങളോട് കൂടെ ആ ദൈവമുണ്ട് എന്നുള്ള ഉറപ്പോടെ വിശ്വാസത്തോടെ ദൈവാശ്രയത്തോടു കൂടിയായിരിക്കാൻ പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് സഹായിക്കണമേ. ഈ പുതിയ വർഷം പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിലെ ഏറ്റവും നന്മയുടെ, അനുഗ്രഹത്തിൻ്റെ, ദൈവാനുഭവത്തിൻ്റെ ഒരു പുതിയ വർഷമാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. വിവാഹ വാർഷികം കൊണ്ടാടിയവരെ ഞങ്ങൾ ശ്രദ്ധ ഓർക്കുന്നു. പുതിയ വർഷത്തിലേക്ക് കുടുംബമായിട്ട് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. തുടർന്നും ദൈവത്തിന് ആശ്രയിച്ചുകൊണ്ട് ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് കുടുംബമായിട്ട് ഒരുമിച്ചായിരിക്കാൻ പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് സഹായിക്കണമേ. പലവിധമായിട്ടുള്ള ദൈവകൃപകൾ, നന്മകൾ അനുഭവിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ നന്ദിയോടു കൂടിയായിരിക്കുന്ന എല്ലാ മക്കളെയും ശ്രദ്ധ ഓർക്കുന്നു. കർത്താവിൽ തുടർന്നും ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഈ പുതിയ വർഷത്തിലും തുടർന്നുള്ള നാളുകളിലുമായിരിക്കാൻ പ്രിയപ്പെട്ട മക്കളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥന കേൾക്കുന്നതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നിങ്ങളോട് കൂടെ എന്നും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ വഴിപാടുകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ 160 ഗീതം പാടാം. ഗീതം 160. വിശുദ്ധ ദൃഷ്ടികൾ അഹോ അഴുക്കുകൾ. Yes.
വഴിപാടുകളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനും നിത്യനുമായ ദൈവമേ, സകല ദാനങ്ങളുടെയും ഉറവിടമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഇത് സമർപ്പിച്ചിരിക്കുന്ന എല്ലാ കരങ്ങളെയും വാങ്ങി വാഴ്ത്തി അനുഗ്രഹിക്കണമേ. നന്മയിലും കരുണയിലും കൃപയിലും ഞങ്ങൾ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുനാമ മഹത്വപ്പെടുവാനും സമർപ്പിച്ച കരങ്ങൾ സമൃദ്ധ അനുഗ്രഹം പ്രാപിപ്പാനും ലോകത്തിലും കർത്താവിൻ്റെ കൃപയും സമാധാനം നിറഞ്ഞ് കവിയുവാനും കൃപ കൊടുക്കണമേ. മാനവ മഹത്വം പങ്കെടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സഭയ്ക്കിരിക്കാം. 1-2 കാര്യം കൂടി അറിയിച്ചോട്ടെ. വരുന്ന ഞായറാഴ്ച സൺഡേ സ്കൂളിൻ്റെ വാർഷിക പരീക്ഷ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളും പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടുകൂടെ ഒരുങ്ങി വരണമെന്ന് അറിയിക്കുന്നു. സൺഡേ സ്കൂൾ ടീച്ചേഴ്സും പരീക്ഷയ്ക്ക് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ നേരത്തെ അനൗൺസ് ചെയ്ത കൊട്ടേഷനിൽ 9,000 സ്ക്വയർ ഫീറ്റാണ് നമുക്ക് അവിടെ ഇൻ്റർലോക്ക് ചെയ്യാനുള്ളത് എന്ന കാര്യം ഒന്നുകൂടി അറിയിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തല വണക്കാം. ഓരോരുവരും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ അപ്പോസ്തലന്മാർ മുഖാന്തരം നമ്മുടെ കർത്താവ് അരുളി ചെയ്തിരിക്കാൻ നമുക്ക് പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കാം. ഓരോ അപേക്ഷയുടെ പിന്നാലെ കർത്താവെ ഞങ്ങളെ കേൾക്കണമേ എന്ന് സഭയ്ക്ക് പ്രതിവാക്യമായി പറയാം. കർത്താവെ ഞങ്ങളെ കേൾക്കണമേ. സാർവത്രിക തിരുസഭയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവേ, പ്രിയപുത്രനെ വിചാരിച്ച് തിരുസഭയെ കൃപയോടെ കടാക്ഷിക്കണമേ. തിരുവചനത്തിൽ അടങ്ങിയിരിക്കുന്ന ശക്തി, നിർമ്മലത എന്നിവയെ കാത്തുകൊള്ളുവാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ സഹായം നൽകി തിരുസഭയുടെ സാക്ഷ്യം സഫലമാക്കണമേ. എല്ലാവർക്കും വിശ്വാസവും മനസാന്തരവും നൽകുകയും ഇസ്രായേലിൻ്റെ ചെറുപോയ ആടുകളെ ചേർത്തുകൊള്ളുകയും ചെയ്യണമേ. ഞെരുക്കത്തിലും പീഡനകളിലും ഇരിക്കുന്ന സഭകളെ ഞങ്ങൾ പ്രത്യേകമായും തിരുമുമ്പിൽ ഓർക്കുന്നു. ആ സഭകൾക്ക് ജ്ഞാനവും ഫലവും ലോകത്തെ ജയിക്കുന്ന ജയമായ വിശ്വാസവും നൽകണമേ. ആമേൻ. നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങളുടെ എല്ലാ മിഷൻ സംഘങ്ങളെയും സഭകളെയും ഐക്യസഭ മുഴുവനെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയുടെ മുപ്പയോഗങ്ങളെയും പരിപാലക സംഘങ്ങളെയും സുന്നതോസിനെയും തിരുസേവയിലുള്ള എല്ലാ ശുശ്രൂഷകന്മാരെയും പ്രവർത്തകന്മാരെയും പരിശുദ്ധാത്മാനാൽ നടത്തണമേ. ആമേൻ. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കുക. എല്ലാ ഭവനങ്ങളും കുടുംബങ്ങളും സമാധാനത്തിലും ഐക്യത്തിലും ഇരിപ്പാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളെയും വിദ്യാർത്ഥികളെയും പോറ്റി വളർത്തുവാൻ ഏർപ്പെട്ടിട്ടുള്ളവരുടെ പ്രയത്നങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ മനസ്സ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാസത്തിലേക്ക് നടത്തണമേ. അനാഥർ, വിധവമാർ, അഗതികൾ, പീഡിതർ എന്നിവരെ കാത്തു പുലർത്തണമേ. രോഗികൾക്കും വയോവൃദ്ധന്മാർക്കും മരണം അടുത്തവർക്കും സമീപസ്ഥനാകണമേ. ആമേൻ. നമ്മുടെ രാജ്യത്തിനു വേണ്ടിയും നാം പ്രാർത്ഥിക്കുക. കൃപാനിധിയായ ദൈവമേ, കർത്താവേ, ഞങ്ങളുടെ മേലധികാരികളായ എല്ലാ ഭരണകർത്താക്കന്മാരെയും തൃക്കാവലിലും കൃപയിലും പരമേൽപ്പിച്ചു കൊള്ളുന്നു. ഞങ്ങളുടെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എന്നിവരെ പരിപാലിച്ച് നടത്തണമേ. അധികാരസ്ഥന്മാരായ എല്ലാവർക്കും പക്ഷപാതം കൂടാതെ നീതിയോടെ ഞങ്ങളെ ഭരിപ്പാൻ ജ്ഞാനവും വിവേകവും നൽകണമേ. നിലപാട് കണ്ടെത്തിയും അതിലുള്ള നിവാസികൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരിലും കരുണയും സത്യവും സമാധാനവും നിലനിന്ന് പോരുവാൻ തുണയ്ക്കണമേ. ആമേൻ. തിരുസഭയുടെ ഐക്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുക. കർത്താവെ, തിരുസഭയെ ആത്മാവിൻ്റെ ഐക്യത്തിലും സമാധാനത്തിൻ്റെ ബന്ധത്തിലും ഞങ്ങളുടെ രാജ്യത്തും പണിയണമേ. തിരുസഭയിൽ വന്നുപോലുള്ള ഭിന്നതകൾ ഞങ്ങൾ ഓർത്ത് അനുദവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ദിവ്യസത്യം അറിയുവാൻ ജ്ഞാനവും തിരുവിഷ്ടം നിർത്തിപ്പാൻ ധൈര്യവും സകലത്തെയും ജയിക്കുന്ന സ്നേഹവും ഞങ്ങൾക്ക് നൽകണമേ. പിതാവേ, നീ പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ സദാകാലവും ഏകദൈവമായിരിക്കുന്നത് പോലെ നിന്നെ ഞങ്ങളെല്ലാവരെയും ഒന്നാക്കണമേ. ആമേൻ. രോഗികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. നമ്മുടെ അറിവിലും പരിചയത്തിലുമുള്ള രോഗാവസ്ഥയിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ സമയത്ത് ഓർക്കാം. രോഗികളെയും കഷ്ടപ്പെടുന്നവരെയും ഓർത്തുകൊള്ളണമേ. അവർ തങ്ങൾക്കുള്ള ഭാരം ക്ഷമയോടെ വഹിപ്പാനും പൂർണ്ണമായി ദിവ്യകൈകളിൽ ആശ്രയിപ്പാനും തിരുസാന്നിധ്യത്തിൽ ആശ്വാസം കണ്ടെത്തുവാനും കൃപ ചെയ്യണമേ. മരണത്തിന് നിൽക്കുമെന്ന് വിലാപവും കരച്ചിലും ദുഃഖവും തീർന്ന്
നീ ഞങ്ങളുടെ സകല കണ്ണുനീരും തുടച്ചു കളയുന്ന നാൾ വേഗം വരുത്തണമേ. ആമേൻ. ദൂരസ്ഥരായ മിത്രങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. ദൈവമേ, ഞങ്ങളുമായ സ്നേഹബന്ധത്തിലായിരിക്കുന്ന എല്ലാവരെയും തിരുക്കരുണാക്കാവലിൽ വരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ സഭയുടെ അംഗങ്ങളായി ഞങ്ങളിൽ നിന്നും അകന്ന് ദൂര രാജ്യങ്ങളിൽ ഇരിക്കുന്ന എല്ലാവരുടെയും മധ്യസന്നിധാനം ചെയ്യണമേ. തിരുകൂട്ടായ്മ അംഗത്തിരിപ്പാൻ അവരാരെയും സമ്മതിക്കാതെ ധന്യവും പരിശുദ്ധവുമായ തിരുസംസർഗത്തിൽ ഞങ്ങൾ ഒന്നിച്ച് അവരെയും കാത്തു സൂക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ദരിദ്രർക്കും പീഡിതർക്കും വേണ്ടി നാം പ്രാർത്ഥിക്കുക. അന്യായങ്ങളിൽ നിന്നും ഹിംസകളിൽ നിന്നും ക്രിസ്തീയ സാഹോദര്യത്വത്തിൻ്റെ എല്ലാവിധമായ നിഷേധങ്ങളിൽ നിന്നും ഞങ്ങളെ ഉദ്ധരിക്കണമേ. പ്രവൃത്തിയില്ലാത്തവർക്കും തക്കതായ പ്രവൃത്തി കണ്ടെത്താത്തവർക്കും സ്വന്തം പ്രയത്നം ഫലിച്ചു കാണാത്തവർക്കും ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും ഉള്ളവർക്കും സമീപസ്ഥനാകണമേ. മനുഷ്യൻ്റെ ഏത് പ്രവൃത്തിയും ഒരു ദിവ്യ ശുശ്രൂഷയായി പരിണമിച്ച് മനുഷ്യർ തമ്മിൽ യഥാർത്ഥ സംസർഗം സാധ്യമായി വരുന്ന നാളും നാഴികയും വേഗത്തിൽ വരുത്തണമേ. ആമേൻ. ലോകസമാധാനത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുക. സകല മനുഷ്യന് ഹൃദയത്തിൽ സമാധാനത്തിനായുള്ള ഉണ്മയായ ആകാംക്ഷ ഉജ്ജ്വലിപ്പിക്കണമേ. ഭൂമിയിലെ സകല വംശങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി കൂടി ആലോചിക്കുന്ന എല്ലാവരെയും നിർമ്മലവും സമാധാനപരവുമായ ദിവ്യജ്ഞാനത്താൽ വഴി നടത്തണമേ. യുദ്ധ മത്സരങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദൈവസ്നേഹത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് സർവ്വഭൂമിയും നിറയുമാറാക്കണമേ. ആമേൻ. ഒടുവിലായി നമ്മുടെ മരണനാഴികയും നാം ഓർക്കുക. വിശുദ്ധ ദൂതന്മാർ ഞങ്ങളുടെ ചുറ്റും പാളയമിറങ്ങി ഇപ്പോൾ ജീവമാർഗത്തിന് പിന്നീട് ഞങ്ങളുടെ മരണനാഴികയിൽ ഞങ്ങളെ കാത്തുകൊള്ളുന്നതിനെ സഹായിക്കണമേ. മഹാകാരുണ്യവാനായ പിതാവേ, ഞങ്ങളുടെ രക്ഷകനായ ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിനയമായി യാചിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. ആമേൻ. തിരുവചന ധ്യാനത്തിന് നമ്മെ തന്നെ ഒരുക്കുന്നതിനായി 240 ഗീതത്തിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും 5-ാമത്തെയും ചരണം പാടാം. 240 ഗീതത്തിൻ്റെ 1, 2, 5 ചരണങ്ങൾ. നീ യേശുവിന് ചേകവൻ ആയി തീരാനിച്ചികൾ എന്നത്. Amen.
അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം മുതൽ 24-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്നത് നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ, തമ്മിലും വല്ലവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതെല്ലാം നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ചോദന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ, സകലവിധ ദോഷവും വിട്ടകലുവിൻ. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്ദ്യമായി വെളിപ്പെടും വണ്ണം കാക്കുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. നമുക്ക് കണ്ണുടക്കുകയും മടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ പരിപാലിക്കുന്ന സ്വർഗീയ ദൈവമേ, അതിമഹത്തായ തിരുവചനം വായിച്ച് കേൾക്കുവാൻ, ജീവനും വിശുദ്ധിയുമുള്ള തിരുവചനങ്ങളെ വായിച്ച് കേൾക്കുവാൻ അടിയങ്ങളെ അവിടുന്ന് സഹായിച്ചതോർത്ത് നന്ദി പറയുന്നു. യേശുവേ, തിരുവചനങ്ങളെ ധ്യാനിപ്പാനും ചിന്തിപ്പാനും പഠിക്കുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഈ തിരുവചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ കണ്ണുകളൊക്കെയും തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവേ. അടിയനിയം കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും കൃപ കൊണ്ട് നിറയ്ക്കണമേ. തിരുവചനത്തിൻ്റെ നന്മയാൽ ഞങ്ങൾ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്നവരായി മാത്രമല്ല, അത് ഗ്രഹിച്ച് ഹൃദയത്തിൽ സംഹരിച്ച് വെച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. സകല മാനവ മഹത്വം എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും തിരുവചനവുമായി ഞങ്ങളുടെ മുമ്പിൽ നിൽപ്പാനായിട്ട് ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അനുവാദം തന്ന അച്ഛനെയും കമ്മിറ്റി അംഗങ്ങളെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇന്ന് വായിച്ച് കേട്ട 3 വേദഭാഗങ്ങളെയും ഒരുമിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ദൈവവചനം ജാഗ്രത, വിശുദ്ധിയുള്ള ജീവിതം നയിക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഉത്തരവാദിത്വമെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഇന്നത്തെ 3 വേദഭാഗങ്ങളെയും ഒരുമിച്ച് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ദൈവത്തെ അറിയുവാനും അതിൽ ഉറച്ചു നിൽക്കുവാനും ലോകത്തിൽ ഉണർവോടുകൂടെ സാക്ഷ്യമുള്ളവരായി ജീവിപ്പാനും നമുക്ക് ഈ വചനങ്ങളൊക്കെയും ആഹ്വാനം ചെയ്യുകയാണ്. ദൈവവചനം നമ്മുടെ വഴിയാണ്. നമുക്ക് പഴയ നിയമത്തിലേക്ക് കടക്കുകയാണെങ്കിൽ സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. വേദപുസ്തകത്തിലെ ഏറ്റവും അധ്യായങ്ങൾ കൂടുതലുള്ള ഒരു ബുക്കാണല്ലോ സങ്കീർത്തനം. അതിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് പോലെ തോന്നുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം ഇത് അതിവിശുദ്ധമായ തിരുവചനമാണ്. ഇതൊരു ദൈവത്തിൻ്റെ ഹൃദയമാണ്. അപ്പം ഇത് വായിക്കുമ്പോൾ എന്നോട് എന്താണ് ഇന്ന് ദൈവമേ സംസാരിക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടെ പ്രതീക്ഷയോടുകൂടെ വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം സംസാരിക്കും. അപ്പം ഇത് ശ്രദ്ധയോട് വായിച്ചപ്പോൾ ഒന്ന് മനസ്സിലായി, ഇതിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. അതൊരു പ്രാർത്ഥനയാണ്. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണത്. ഇതിലെ അത്ഭുതങ്ങളെ, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന്, മാത്രമല്ല ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന്, ഇനി ഞാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന് എന്നൊക്കെയും ദാവീദ് ഇതിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പം എന്തുകൊണ്ടാണ് രാജാവായിരിക്കുന്ന ദാവീദ് ഇത്രത്തോളം ദൈവത്തിൽ ആശ്രയിക്കുന്നത്? ലോകത്തിൽ ആശ്രയിക്കുന്നേക്കാളും ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന്
ദാവീദ് രാജാവ് ദാവീദ് ഒരു കുഞ്ഞായിരിക്കുമ്പോൾ മനസ്സിലാക്കിയ കാര്യം തന്നെയാണ് രാജാവായ സമയത്തും പാലിച്ചു വരുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെയും കടന്നു വരുമ്പോൾ സൺഡേ സ്കൂളിൽ പഠിച്ച എത്ര വചനങ്ങളെ അയവിറക്കാറുണ്ട്. നാമെല്ലാവരും സൺഡേ സ്കൂളിൽ പഠിച്ചവരാണ്, യൂത്തിൽ ഇരുന്നവരാണ്, കൺഫർമേഷൻ കഴിഞ്ഞവരാണ്. ഒരു പ്രതികൂലം വരുമ്പോൾ ആശ്രയിക്കുന്ന ആരിലാണ്? നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ദൈവവചനം നമ്മുടെ വഴിയായി തീർന്നിരിക്കണം. അനേക വഴികൾ ഇന്ന് ലോകത്തുണ്ട്, അനേക വഴികൾ ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ വഴി ദൈവവചനമായിരിക്കണമെന്ന് വളരെ വ്യക്തമായി ഇന്ന് ദാവീദ് നമ്മെ പഠിപ്പിക്കുകയാണ്. നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. ദൈവത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളൊക്കെ അനവധി കടന്നു വരും, സങ്കടങ്ങളും കണ്ണുനീരൊക്കെയും കടന്നു വരും. എങ്കിലും മരണത്തിലേക്ക് ദൈവം അവനെ വിട്ടുകൊടുക്കുകയില്ല. ഇത് മനസ്സിലാക്കണം നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സങ്കടങ്ങൾ വരുമ്പോൾ, സന്തോഷം വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ നാം ആശ്രയിക്കുന്നത് ആരിലാണ്? ഒരുപക്ഷെ നമുക്കൊരു പ്രയാസങ്ങൾ വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള സുഹൃത്തോട് പോയി പറഞ്ഞ് കരയും, നേരം വെളുക്കുന്നവരെയും കരയും. എന്നാൽ യേശുവോട് എത്ര നിമിഷം ഇരിക്കുന്നു? യേശുവിനോട് എൻ്റെ സങ്കടങ്ങളെ ബോധിപ്പിക്കുവാൻ എത്ര നിമിഷം ഞാൻ കണ്ടെടുത്തിരിക്കുന്നു? ചോദിച്ചാൽ പറയും, നമുക്ക് സമയമില്ല. വഴി എനിക്ക് കാണിച്ചു തരണമേ. ദൈവവചനം നമ്മെ ജീവിപ്പിക്കുന്നത് മാത്രമല്ല, നമുക്ക് ഉണർവ് നൽകുകയാണ്, പ്രത്യാശ നൽകുകയാണ്, നമ്മുടെ സങ്കടങ്ങളിൽ നിന്ന് അതിജീവിക്കുവാൻ ശക്തി നൽകുകയാണ്. നമുക്കറിയാം, പഴയ നിയമത്തിലെ ഏലിയാവ് അവസാനമായി പറയുകയാണ്, മതി, എനിക്ക് മതി ജീവിച്ചത്. ഒരു സ്റ്റെപ്പ് പോലും ഇനി മുമ്പോട്ട് പോകുവാൻ എനിക്കില്ല. മരണം എൻ്റെ പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ഞാൻ മരിക്കുവാനിടയാകും. അതുകൊണ്ട് എൻ്റെ ആത്മാവിനെ എടുത്തുകൊള്ളുക, ജീവിച്ചത് മതി. ഇതല്ലേ മനുഷ്യൻ്റെ ചിന്ത? എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ വരുമ്പോൾ ജീവിച്ചത് മതി. അവിടെയാണ് ദൈവം ഏലിയാവിനെ ശക്തിപ്പെടുത്തുന്നത്. നിനക്കിവിടെ എന്ത് കാര്യം? നീ എന്തിനു വിഷമിച്ചിരിക്കുന്നു? അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, ഒന്ന് നന്നായി ഉറങ്ങിയിട്ടില്ല. മരണ വേദനകൾ കൊണ്ട് ഏത് നിമിഷവും അവൻ്റെ തല വെട്ടിമാറ്റപ്പെടും. പക്ഷെ ഈ ഏലിയാവിനെ ദൈവം പരിപാലിച്ചുവെങ്കിൽ, അല്ലേ, ദൈവം പറഞ്ഞു, നീ എഴുന്നേറ്റ് ഈ അപ്പം ഭക്ഷിക്കണം, തൊട്ടടുത്തുള്ള നദിയിൽ വെള്ളം കുടിച്ചേക്കണം. ഒരു കുഞ്ഞത്തോട് ദൈവം ഒരുക്കുന്ന വഴി നോക്കിക്കേ. അപ്പോൾ വചനത്തിൽ ആശ്രയിക്കുമ്പോൾ, വചനത്തിൽ മുറുകെ പിടിക്കുമ്പോൾ, പ്രതിസന്ധികളും പ്രയാസങ്ങളും മരണഭീതിയും കടന്നു വരുമ്പോൾ ദൈവം തൻ്റെ ഉള്ളങ്കയിൽ നമ്മെ വഹിച്ചുകൊള്ളും. ഈ ലോകത്തിൽ ഒരു പോറലുമേൽക്കാതെ ദൈവം നമ്മെ നടത്തും. അനുഭവം കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഈ വചനങ്ങളെല്ലാം എന്നെ നടത്തിയ അനുഭവങ്ങളുണ്ട്. ഞാൻ എവിടെയെല്ലാം കലങ്ങിയിരുന്നിട്ടുണ്ടോ, ഞാൻ എവിടെയെല്ലാം വേദനിച്ചിരുന്നിട്ടുണ്ടോ, മതി എന്ന് ചിന്തിച്ചിട്ടുണ്ടോ, അവിടെയെല്ലാം ഇതിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് ഇന്നും ദൈവം എനിക്ക് ആയുസ് തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ഹൃദയമാണ്, നമ്മോട് സംസാരിക്കും. നിങ്ങൾ അതിനോടുകൂടി ചേർന്ന് ഇരുന്ന് നോക്കിക്കോ, നമ്മോട് ഇടപെടും. മാത്രമല്ല സംരക്ഷണം നൽകും ഈ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ. നിന്റെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ഞാൻ നിനക്ക് വിരോധമായി പാപം ചെയ്യാതിരിക്കാനായിട്ട് എന്നെ കാത്തുകൊള്ളണമേ. പാപത്തിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കും. പാപമായിരിക്കുന്ന ജീവിതത്തിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കും. എങ്ങനെയാണ്? പ്രലോഭനങ്ങളൊക്കെയും അനവധി കടന്നു വരാൻ സാധ്യതയുള്ള മേഖലയിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. ഏത് രീതിയിലും കടന്നു വരും. എങ്ങനെയാണ്? വീണ്ടും പഴയ നിയമം 30 ദിവസത്തിലേക്ക് നാം വരുമ്പോൾ അതിൻ്റെ
39 അധ്യായത്തിൽ 1 മുതൽ വായിക്കുന്ന സമയത്ത് യോസേഫിൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം പ്രതികൂലങ്ങൾ കടന്നു വന്നു, പ്രലോഭനങ്ങൾ കടന്നു വന്നു. പൊട്ടക്കിണറ്റിൽ കിടന്ന യോസേഫിനെ ദൈവം സിംഹാസനത്തിലേക്ക് ഉയർത്തുവാൻ കഴിയുമെങ്കിൽ യോസേഫിന് ഓരോ പ്രതികൂലം വരുന്ന സമയത്തേക്കെയും ദൈവം കൂടെ ഉണ്ടായിരുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. വളരെ പാപത്തിലേക്ക് വീഴുവാൻ സാധ്യതയുള്ള സമയത്ത് രക്ഷപ്പെടുവാൻ മാർഗം ദൈവം അവിടെ കാണിക്കുകയാണ്. പാവത്തെ പേടിച്ച് ഓടുന്ന യോസേഫ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവൻ ഫറവോന്റെ കീഴിൽ, അല്ലെങ്കിൽ ഫറവോനേക്കാളും ഫറവോൻ എത്രത്തോളം ചിന്തിച്ചിരുന്നോ ആ രാജ്യത്തിന് ഉന്നത പദവിയിലേക്ക് സകലരും അവൻ്റെ മുമ്പിൽ മുട്ടുകൊത്തത്തക്ക രീതിയിലേക്ക് ഉയർത്തി. ദൈവത്തിൻ്റെ വചനത്തിൽ നാം താണ്ടിരിക്കാം. മാത്രമല്ല, പ്രലോഭനങ്ങൾ കടന്നു വരുന്നത് എങ്ങനെ? യേശു കർത്താവിൻ്റെ ജീവിതത്തിലും പ്രലോഭനങ്ങളിലേക്കും കടന്നു വന്നതായിട്ട് മത്തായി സുവിശേഷം 4-ാം അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാകും. ഇവകളൊക്കെയും ഞാൻ നിനക്ക് തരാം, എന്നെ ഒന്ന് വണങ്ങിയാൽ മാത്രം മതി. അല്ലേ? വളരെ ലഘുവായി കൂടെ ഇരുന്ന് നമ്മെ വഞ്ചിക്കുന്ന പിശാചിൻ്റെ ഒരു സ്വഭാവമാണ് ഇവകളെല്ലാം ഞാൻ നിനക്ക് തരാം, ജസ്റ്റ് എന്ന് വണങ്ങിയാൽ മാത്രം മതി. നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ തിരുവചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരും. മാത്രമല്ല, ആത്മീകമായിരിക്കുന്ന ദാഹം. അതാ ദാവീദ് പറയുന്നത്, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. എന്താണ് ന്യായപ്രമാണം? ഈ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ, അത് വർണ്ണിച്ചാലും തീരാത്ത അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഒരു മനുഷ്യൻ്റെ കണ്ണുകളിൽ അത് ഒതുങ്ങിയിരിക്കുന്നതല്ല, അത് എവിടെയും ചെന്ന് പഠിക്കുവാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ആ ദൈവം പറഞ്ഞത്, മാർത്തകളെ, നീ അനേക കാര്യങ്ങളെക്കുറിച്ച് വിഷമിച്ച് കലങ്ങിയിരിക്കുകയാണ്. എന്നാൽ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ കാൽക്കലിരിക്കാനായിട്ട് നാം പഠിക്കണം. ഇപ്പോൾ വചനം നമ്മെ ശക്തിപ്പെടുത്തുന്നു, വചനം നമ്മെ സംരക്ഷിക്കുന്നു, വചനം നമ്മെ വിശുദ്ധീകരിക്കുന്നു, വചനം നമുക്ക് വഴികാട്ടിയായിരിക്കുന്നു. കുറെ കൂടെ പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുന്ന സമയങ്ങളിൽ ഒരു കാത്തിരിപ്പിൻ്റെ അനുഭവത്തെയാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. എന്താണ് കാത്തിരിപ്പ്? ഇന്ന് ആർക്കും കാത്തിരിക്കുവാനുള്ള നേരമില്ല, സമയമില്ല, എല്ലാവർക്കും ബിസിയാണ്. എന്നാൽ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നത്, ദൈവത്തിൻ്റെ വരവ് അല്ലെങ്കിൽ യജമാനൻ്റെ വരവ് എപ്പോഴാണെന്ന് ആർക്കും അറിയില്ല. ഉണർന്നിരിപ്പിൻ എന്താണ് അർത്ഥമാക്കുന്നത്? ക്രൈസ്തവ ജീവിതം ഓരോ നിമിഷവും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണർന്നിരിക്കുക എന്നുള്ളതാണ്. അതൊരു യാത്രയാണ്, ഒരു കാത്തിരിപ്പിൻ്റെ യാത്രയാണ്. എങ്ങനെയാണ്? പ്രാർത്ഥനയാലും വേദപുസ്തകം വായിക്കുന്നതിലൂടെയും സാക്ഷ്യം പറയുന്നതിലൂടെയും ദൈവശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. മാത്രമല്ല, തിരുവചനങ്ങൾ ധ്യാനിക്കുന്നതിലൂടെ നമുക്ക് കഴിഞ്ഞിരിക്കണം. ലോകത്തിൻ്റെ തിരക്കിലൊക്കെയും നാം വീണ് പറയുന്നൊരു സംഭവമുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കുവാൻ നേരമില്ല. ഒരിക്കലും ഒരു വിവാഹത്തിലേക്ക് ചെന്ന സമയത്ത് അവർ പറഞ്ഞു, എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥന തീർക്കണം. ഈ കുട്ടി എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ രാവിലെ 4 മണിക്ക് പോയതാ. എങ്ങോട്ടാ? ബ്യൂട്ടി പാർലറിലേക്ക് 4 മണിക്ക് പോയതാ. 9 മണിയായിട്ടും വന്നിട്ടില്ല. 10 മണിക്ക് താലി കെട്ടാണ്. അപ്പോൾ പ്രാർത്ഥന ഒരു 10 മിനിറ്റ് മതി. ഒരുക്കങ്ങൾ എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന അനുഭവം നമുക്കുണ്ടാകണം. മാത്രമല്ല, ദൈവം എപ്പോഴാണ് വരുന്നത് എന്ന് അറിയുന്നില്ല. വളരെ വ്യക്തമായൊരു ഉപമയിലൂടെ ദൈവം വെളിപ്പെടുത്തുകയാണ്. ഒരു വീട്ടുടയവൻ തൻ്റെ ജനങ്ങളെ, അവിടെയുള്ള ജോലിക്കാരെ വിളിച്ച് ചില കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ട് ദൂരത്ത് എങ്ങോട്ടോ പോയി. പക്ഷെ എപ്പോഴോ വരുമെന്ന് അറിയില്ല. കാവൽക്കാരെ വിളിച്ചു പറഞ്ഞു, വാച്ച്മാനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ വീട് കാത്തുകൊള്ളുക. പക്ഷേ
രാവിലെയാണോ, ഉച്ചയ്ക്കാണോ, വൈകിട്ടാണോ, അർദ്ധരാത്രിയാണോ, എപ്പോഴാണെന്ന് അറിയില്ല. വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണപ്പെടണം. ഇന്ന് ക്രിസ്തു നമ്മോട് പറയുകയാണ്. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി എന്നൊക്കെ നാം പറയുവാൻ ഇടയാകും. ഇന്ന് ക്രിസ്തു പറയുകയാണ്, ക്രിസ്തുവിൻ്റെ വരവ് ഇപ്പോഴാണെങ്കിൽ നിങ്ങളും ഞാനും ഒരുങ്ങിയിട്ടുണ്ടോ? ആത്മാർത്ഥതയോടെ നാം ഒരുങ്ങിയിട്ടുണ്ടോ? അല്ലെങ്കിൽ പിന്നീട് ഒരുങ്ങിക്കോളാമെന്ന് പറയുന്നുണ്ടോ? ദൈവം ഏൽപ്പിച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെയും എന്താണ് എന്ന് ഈ ഉപമയിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. എന്താണ് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം? കുടുംബത്തിൽ നമുക്ക് അനേക ഉത്തരവാദിത്തങ്ങളുണ്ട്. ജോലിയിൽ ഉത്തരവാദിത്തങ്ങളുണ്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പഠനത്തിൽ ഉത്തരവാദിത്തങ്ങളുണ്ട്. സഭയിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. മാത്രമല്ല സമൂഹത്തിൽ സാക്ഷിയായി നിൽക്കേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇവകളെ നാം ചെയ്ത് തീർത്തിട്ടുണ്ടോ? ചെയ്ത് തീർക്കുന്നുണ്ടോ? ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യേണ്ട ഒരാവശ്യം നമുക്കില്ല. എനിക്ക് നൽകിയ ജോലിയിൽ ഞാൻ തൃപ്തിയോടുകൂടെ വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ ചെയ്ത് തീർത്തിട്ടുണ്ടോ? യജമാനൻ തിരിച്ചു വരുമ്പോൾ നല്ലത് വിശ്വസ്തനായ ദാസനെ എന്ന് വിളി കേൾക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്. അല്ല, പല ഒഴിവുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ? അപ്പോൾ ഓരോ ദിവസവും കർത്താവിനായി കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഈ കാത്തിരിക്കുക? പാപത്തിൽ നിന്ന് ദൂരെ മാറി നിൽക്കുക, ക്ഷമയും സ്നേഹവും പ്രാവർത്തികമാക്കുക, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുക, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. ഇന്നത്തെ വചനങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഒരു വലിയ സത്യമാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ വിദേശത്തേക്ക് ചെന്ന് 4-5 വർഷം കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അല്ല എങ്കിൽ വിവാഹം നിശ്ചയിച്ചിട്ട് ആ ഒരു ദിവസം കടന്നു വരുമ്പോൾ ആ ഒരു മണവാട്ടിക്കും മണവാളനും ഉണ്ടാകുന്ന സന്തോഷം, ആ ഒരു വിവാഹ വേദിയിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം, അതിനായി കാത്തിരിക്കുന്ന ഒരു അനുഭവം പോലെ ആയിരിക്കണം. സന്തോഷത്തോടുകൂടെ, ഉത്സാഹത്തോടുകൂടെ, തയ്യാറെടുപ്പോടുകൂടെ, പൂർണ്ണ ഹൃദയത്തോടുകൂടെ കർത്താവിൻ്റെ വരവിനായിട്ട് നാം കാത്തിരിക്കണമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ദൈവഹിതത്തിൽ വളരുന്ന ഒരു സമൂഹമാണ് നാം എന്ന് മറന്നു പോകരുത്. വിശുദ്ധ പൗലോസ് വളരെ വ്യക്തമായി അവിടെ പഠിപ്പിക്കുന്ന ചില സംഗതികളുണ്ട്. എന്താണ് അവിടെ? പരസ്പരം കരുതുക. 4 കാര്യങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. പരസ്പരം കരുതുക. മാത്രമല്ല, ക്രമം കെട്ടവരെ ചേർത്തുകൊള്ളുക, ബുദ്ധിയില്ലാത്തവരെ ഉപദേശിക്കുക, വിമർശിച്ചുകൊണ്ടല്ല, സ്നേഹത്തിലൂടെ ചെയ്യുക. സാന്ത്വനം, ഭയങ്ങളിലും നിരാശകളിലും ഇരിക്കുന്ന ആളുകളെ ചേർത്തുകൊള്ളുക. ശക്തിയില്ലാത്തവർക്ക് കൂടെ നിന്ന് കൈ കാലായി നിൽക്കുക, ദുർബലരെ കരുത്ത് നൽകുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനമെന്ന് പറയുമ്പോൾ നാം ചിന്തിക്കേണ്ടത് എത്രയുള്ളൂ? ഞങ്ങൾ നിങ്ങളെ ഉപദേശിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ. ഇത് നമുക്ക് ആവശ്യമാകുന്നു എന്ന് പൗലോസ് ഓർമ്മിക്കുന്നതോടൊപ്പം പകരത്തിന് പകരം നമുക്കുള്ളതല്ല, അല്ലെങ്കിൽ ദോഷത്തിൻ്റെ ദോഷം നമുക്കുള്ളതല്ല. ഒരു ക്രിസ്ത്യ ജീവിതത്തിലെ ഉയർന്ന ചിന്തയാണത്. പ്രതികാരം എന്നുള്ളത് നമുക്കുള്ളതല്ല. നാം എല്ലാവരും പരസ്പരം ക്ഷമിക്കുന്നവരായിരിക്കണം, പരസ്പരം കരുതുന്നവരായിരിക്കണം, പരസ്പരം അംഗീകരിക്കുന്നവരായിരിക്കണം, പരസ്പരം മനസ്സിലാക്കുന്നവരായിരിക്കണം. സഭ വളരുന്നത് അങ്ങനെയാണ്. നാം അനുഭവിക്കുന്ന വേദനകളിലും അനുഭവിക്കുന്ന സങ്കടങ്ങളിലും അനുഭവിക്കുന്ന മുറിവ് പോലുള്ള പ്രയാസങ്ങളിലും അവകളെ മറന്ന് അയൽക്കാരെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. സന്തോഷം, പ്രാർത്ഥന, കൃതജ്ഞത
അല്ലെങ്കിൽ സന്തോഷവും പ്രാർത്ഥന, സ്തോത്രം, നന്ദി ഇവയിൽ ഉറ്റിരിക്കുക. എപ്പോഴും സന്തോഷിപ്പീൻ. സാഹചര്യങ്ങൾ കൊണ്ടല്ല, ക്രിസ്തുവിലുള്ള പ്രത്യാശ കൊണ്ടാണ് സന്തോഷം. നിരന്തരമായി പ്രാർത്ഥിപ്പീൻ. സൗകര്യമായി എന്നാൽ പിന്നെ പണിക്കൊന്നും പോകണ്ടല്ലോ, എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ മതിയല്ലോ. അല്ല, എല്ലാ സമയങ്ങളിലും, ജോലി സമയങ്ങളിലും, നടക്കുന്ന സമയങ്ങളിലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഒത്തിരി വർത്തമാനങ്ങൾ പറഞ്ഞ് സമയം കളയുന്നേക്കാളും നല്ലത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. മാത്രമല്ല, നമ്മുടെ നിരന്തരമായിരിക്കുന്ന പ്രാർത്ഥന മൂലം അനേകർക്ക് പ്രയോജനമായിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാറ്റിലും ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സങ്കടമായാലും സന്തോഷമായാലും വേദനയായാലും ദുഃഖമായാലും നഷ്ടമായാലും എന്ത് വന്നാലും ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കഴിയുമോ നമുക്ക്? ഒരിക്കൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു സീനിയർ അച്ഛനുമായി ഒരു വീട് സന്ദർശിക്കുവാനിടയായി. അച്ഛൻ പോകുന്ന വഴിക്ക് ആ കുടുംബത്തെക്കുറിച്ച് വളരെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ ചെന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളിരുന്നു. ഒരു അമ്മച്ചി കട്ടിലിൽ കിടക്കുകയാണ്. അമ്മച്ചിക്ക് എന്താണ് അസുഖമെന്ന് ഒന്നും അറിയില്ല. എന്നാൽ ഭക്ഷണത്തിനിരിക്കുന്ന സമയത്തൊന്നും അമ്മച്ചി മുമ്പോട്ട് വന്നില്ല. വീട്ടിലുള്ളവരെല്ലാം ഞങ്ങൾക്ക് ഭക്ഷണം വയ്ക്കാൻ തന്നു. ഒത്തിരി ദൂരം നടന്നു പോയതുകൊണ്ട് ഭക്ഷണം വയ്ക്കാൻ തന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവിടെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ അമ്മച്ചിയെ കാണുവാനായിട്ട് പോയത്. എൻ്റെ ഹൃദയത്തെ തകർക്കുന്ന ഒരു സംഗതിയായിരുന്നു അത്. ഒരു പക്ഷേ ആർക്കും അതിന് സാധിക്കുമോ എന്ന് ഇപ്പോഴും ഞാൻ ചോദിക്കുന്നു. അമ്മച്ചി പാടിയ പാട്ട് ഇതാണ്: നന്ദിയാൽ എന്നുള്ളം പൊങ്ങുന്നേ വല്ലവാൻ സ്നേഹം ഓർക്കുമ്പോൾ. വളരെ അർത്ഥമുള്ളൊരു പാട്ട്, വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. സംഭവം, അമ്മച്ചിയുടെ 2 കാലും തളർന്ന് ക്യാൻസർ പിടിച്ചിരിക്കുകയാണ്. എഴുന്നേൽക്കണമെങ്കിൽ ഒരു കയറ് വേണം, ഒരാൾ സപ്പോർട്ട് വേണം. ഈ അമ്മച്ചി ചിരിച്ചുകൊണ്ട് പാടിയതാണ്: നന്ദിയാൽ എന്നുള്ളം പൊങ്ങുന്നേ. എല്ലാം കിടക്കയിൽ കൊണ്ടുപോയി കൊടുക്കണം. എല്ലാറ്റിലും സ്തോത്രം പറയുവാൻ നിങ്ങൾക്കും എനിക്കും സാധിച്ചോ? കഴിഞ്ഞോ? ആശുപത്രിയിൽ കിടക്കയിൽ കിടന്നുകൊണ്ട് ഞാൻ പറഞ്ഞൊരു വാക്ക്, ഒരേ ഒരു വാക്ക് മാത്രമേ അറിയുള്ളൂമായിരുന്നു. ബാക്കിയെല്ലാം മറന്നുപോയി. പ്രൈസ് ദി ലോർഡ്. അതിപ്പോഴും ഞാൻ ഓർക്കുന്നു. നമ്മുടെ സങ്കടങ്ങളിൽ, വേദനകളിൽ, നിരാശകളിൽ, നഷ്ടങ്ങളിൽ, കഷ്ടങ്ങളിൽ, ദൈവമേ, അവിടെ നിന്നറിയാതെ എൻ്റെ തലയിൽ രോമം പോലും കൊഴിഞ്ഞു പോകുന്നില്ല. അങ്ങേക്ക് സ്തോത്രം. ഇത് പറയാനായിട്ട് നമുക്ക് കഴിയണം. മാത്രമല്ല, ആത്മാവിനെ തകർക്കരുത്. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മളിരിക്കുന്ന ആത്മാവിനെ തകർക്കരുത്. ഈ ദൈവം വലിയവനാണ്, ഈ ദൈവം മതിയായവനാണ്. പക്ഷേ അത് പറയണമെങ്കിൽ വാക്കുകൾ പോരാ. നിങ്ങളെയും എന്നെയും വിളിച്ചവൻ വിശ്വസ്തനാണ്, അവനത് നിവർത്തിക്കും. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. വേദനയിലും ദൈവത്തെ സ്തുതിക്ക്, സങ്കടത്തിലും ദൈവത്തെ സ്തുതിക്ക്. മരണ നിഴലും താഴ്വരയിൽ നടക്കേണ്ടി വന്നാലും ദൈവത്തെ സ്തുതിക്ക്. ഒരു അനർത്ഥവും ഭവിക്കുകയില്ല. കണ്ണുടക്കിയ മടയ്ക്കാം. ഒരു നിമിഷം നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. വചനമാകുന്ന വഴിയിൽ ഞാൻ നടക്കുന്നുണ്ടോ? എൻ്റെ യേശുവിൻ്റെ വരവിനായി ഞാൻ കാത്തിരിക്കുന്നുണ്ടോ? ഒരുങ്ങിയിട്ടുണ്ടോ? സഭയിലും സമൂഹത്തിലും കുടുംബത്തിലും ജോലിയിടങ്ങളിലും യേശു കർത്താവിൻ്റെ ഉത്തമ സാക്ഷിയായി ഞാൻ നിൽക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ യേശു നമ്മെ എന്ന് അതിനു വേണ്ടി ഒരുക്കും. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി.
യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോ നിസ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു. സർവശക്തനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അങ്ങ് ചെയ്ത എല്ലാ നന്മകളെയും ഉപകാരങ്ങളെയും ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു വർഷത്തിൻ്റെ 11ാമത്തെ മാസത്തിൽ അടിയങ്ങൾ പ്രവേശിച്ച് ദൈവത്തിന് മഹത്വവും സ്തുതിയും സ്തോത്രം കരയേറ്റുവാൻ ആലയത്തിൽ ഇരുന്നു കൊണ്ട് അങ്ങയെ വിളിച്ച് അപേക്ഷിക്കുവാൻ ആയുസ്സും ആരോഗ്യം നൽകിയല്ലോ കർത്താവേ. നന്ദിയോടെ സ്തോത്രം. വചനമാകുന്ന അങ്ങയെ സ്വീകരിപ്പാൻ, വചനമാകുന്ന അങ്ങയെ സ്വന്തമാക്കുവാൻ, വചനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിപ്പാൻ അടിയങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഒരു കാത്തിരിപ്പിനായി ദൈവമായ കർത്താവിൻ്റെ വരവനായി ഒരുങ്ങുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മാത്രമല്ല കർത്താവെ, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നന്മകൾ, നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് മറ്റുള്ളവർക്കും പ്രയോജനമാകുവാൻ തക്കവണ്ണം, ഒരു സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന തിരുവചനങ്ങൾ കേട്ട ഞങ്ങളെല്ലാവരും ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതിരിപ്പാൻ തക്കവണ്ണം ഞങ്ങളേവരും സഹായിക്കണമേ. സകലം യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. ആരാധനയുടെ അവസാനമായി 223 ഗീതത്തിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും 8-ാമത്തെയും ചരണം പാടാം. 1, 2, 8 ചരണങ്ങൾ. കൃപ എല്ലാവരോടും ഉണ്ടായിരിക്കുക. പഠിപ്പിച്ച പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്രോതസ്സനായ പിതാവേ, നിന്റെ നാമം വിശദീകരണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടത്തോടെ പല ഭൂമിയിലും നടക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷകർക്കാതെ ഉപയോഗിക്കണമേ. രാജ്യശക്തിയും
എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ഒടുവിലായ വിശ്വാസത്തോടു കൂടി കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളുവൻ. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹാശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നാം സമാധാനത്തോടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.